ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു അഡ്വഞ്ചർ സർവൈവൽ സോംബി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബിയോണ്ട് ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഭൂമിയിലെ മനുഷ്യരെല്ലാവരും സോംബികളായിട്ട് മാറുന്നു. അതിനിടയിലെ ഒരച്ഛനും മകനും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നീട് ആ ഒരു ചെറിയ പയ്യൻ തന്റെ അച്ഛനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. അതിന് കാരണം എന്താണ്, ഇതിനിടയിലെ അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ മൂവിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ സർവൈവൽ സോംബി ത്രില്ലർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിലെ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും വൈറസ് ബാധിതരായിട്ടുള്ള സോംബികളായിട്ട് മാറി. ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യർ മാത്രം ഭൂമിയിലെ പലയിടങ്ങളിലായിട്ട് ഒളിച്ചു ജീവിക്കുകയാണ് ഈ സോംബികളെ കാണാതെ. അങ്ങനെ ജീവിക്കുന്ന ഒരു അച്ഛനും മകനുമാണ് ജോണും മാർക്കോയും. അപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനാണ് ഈ കഥയിലെ നായകൻ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ ഈ കാടിനുള്ളിൽ തന്നെ താമസിക്കുന്നത് കൊണ്ട് മാർക്കോയ്ക്ക് കുറച്ച് അറിവും ബോധമെല്ലാം വന്നു. അപ്പോൾ മാർക്കോ തന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്നാ ഈ ഒരു കാട് വിട്ട് വെളിയിലേക്ക് പോകാൻ പോകുന്നേ എന്നുള്ള ചോദ്യമെല്ലാം അവന്റെ അടുത്ത് നിന്ന് കേൾക്കാറുണ്ട്. കാരണം വേറെ ഒന്നല്ല, അവന്റെ പ്രായത്തിലുള്ള മറ്റൊരാളെ കണ്ടുപിടിക്കാനായിട്ട് അവന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് തന്റെ അതേ പ്രായമുള്ള കുട്ടികളോട് കളിക്കാനും അവരോട് മിണ്ടാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മാർക്കോ കാണുന്നത് ഈ കാടിനുള്ളിലെ മരങ്ങൾ വളരുന്നതും അവിടെയുള്ള മൃഗങ്ങളുടെ മാറ്റം, ഇത് മാത്രമാണ്. ഈ കാടിനുള്ളിലുള്ള ജീവിതമല്ലാതെ മാർക്കോ ഒരിക്കലും ഈ കാടിന് പുറത്തുള്ള ഒരു സ്ഥലവും ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം കാടിന് വെളിയിലുള്ള സ്ഥലങ്ങളെല്ലാം വേസ്റ്റ് ലാൻഡ് ആണ് എന്നാണ് അവൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം അവൻ ഈ ഒരു കാടിനുള്ളിലൂടെ നടക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മാർക്കോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ശബ്ദത്തെ ഫോളോ ചെയ്ത് കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു പഴയ വാൻ മരങ്ങൾക്കിടയിലായിട്ട് നിൽക്കുന്നത് അവൻ കാണുന്നത്. അപ്പൊ ആ വാനിനുള്ളിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ മാർക്കോയ്ക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കാരണം അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അതിലൂടെയുള്ള പേടിയും കാരണം മാർക്കോ ഒരിക്കലും അവിടേക്ക് പോകത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം തന്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറയാതെ അത് കഴിഞ്ഞ അടുത്ത ദിവസം കുറച്ച് ധൈര്യം സംഭരിച്ച് മാർക്കോ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ആ വാനിനുള്ളിലേക്ക് മാർക്കോ കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു റോബോട്ടിന്റെ കളിപ്പാട്ടമുണ്ട്. അതിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അതെടുത്ത് നോക്കി നിൽക്കുമ്പോൾ ആ വാനിനകത്തെ ഇരുട്ടിൽ നിന്ന് മാറി ഒരാൾ അവൻ നോക്കുന്നത് പോലെ കുട്ടിയായ മാർക്കോ നല്ലതുപോലെ പേടിക്കും. എന്നിട്ട് ആ വാനിന്റെ ഒരു വശത്തേക്ക് മാറി നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നും മാർക്കോയുടെ അതേ പ്രായമുള്ള മറ്റൊരു പയ്യനാണ് വരുന്നത്. അവന്റെ പേര് മിക്കോ. മാർക്കോയെ അവൻ ഉപദ്രവിക്കും എന്ന് പേടിച്ചു കഴിഞ്ഞാലേ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. മാർക്കോയെ അവൻ കളിക്കാനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, മിക്കോ മാനസികമായിട്ട് അത്ര വളർച്ചയുള്ള ഒരു കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മിക്കോയ്ക്കുണ്ട്. കൂടാതെ അവന് നല്ലതുപോലെ സംസാരിക്കാനോ അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അത്ര വ്യക്തമായിട്ടോ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ രണ്ടുപേരും കളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് രണ്ടുപേരും നല്ല ബോണ്ടിലാവുന്നു. അതുപോലെ രണ്ടുപേരുടെ പേര് അവർ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്നിട്ടാണ് മാർക്കോ തന്റെ കയ്യിലുള്ള ആ ഒരു മ്യൂസിക് ബോക്സ് അത് മിക്കോക്ക് കൊടുക്കും. മിക്കോ ആണെങ്കിലോ പകരം അവന്റെ ആ ഒരു റോബോട്ടിനെ മാർക്കോയ്ക്കും കൊടുക്കും. എന്നിട്ട് മാർക്കോ മിക്കോയോട് പറയും, ഓക്കെ, ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് മാർക്കോ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ അവിടേക്ക് ഒരു വലിയ തോക്കുമായിട്ട് വന്ന് മാർക്കോയെ തടയും. അതുമല്ല, അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് മാർക്കോയുടെ കയ്യിലെ മിക്കോയുടെ ആ ഒരു റോബോട്ട് ഇരിക്കുന്നത് കാണുന്നതും ദേഷ്യപ്പെട്ടിരുന്നവരുടെ മുഖം പെട്ടെന്ന് മാറിയിട്ട് മാർക്കോയ്ക്ക് മറ്റൊരു ഗിഫ്റ്റും കൂടി അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിയിട്ട് മാർക്കോ അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി ഒരു മരത്തിനടുത്ത് നിന്ന് ഒളിച്ചു നോക്കുമ്പോൾ അത് മിക്കോയുടെ അമ്മയായിരുന്നു. മിക്കോയെ വന്ന് അവർ സ്നേഹിക്കുന്നത് കാണുമ്പോഴത്തേക്കും മാർക്കോയ്ക്ക് എന്തോ ഇതുവരെ മാർക്കോ അവന്റെ അമ്മയെ കണ്ടിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാർക്കോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മാർക്കോയുടെ അച്ഛൻ ജോൺ ഉണ്ടല്ലോ, അവൻ കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു റോബോട്ടിനെ മാർക്കോ ഒളിപ്പിച്ചു വയ്ക്കും. അതേപോലെ തന്നെ ആ ലേഡി കൊടുത്ത പീനട്ട് ആണെങ്കിലോ അവന്റെ പോക്കറ്റിലിട്ടേക്കും. എന്നിട്ട് അത് വരുന്ന വഴിക്ക് അവൻ കണ്ടുപിടിച്ചാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ജോൺ പ്രത്യേകിച്ച് മാർക്കോയെ സംശയിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഈ തീ കൂട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാർക്കോ പെട്ടെന്ന് ചെന്ന് അവന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത്. കാരണം ഇപ്പോൾ മിക്കോയെ അവന്റെ അമ്മ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടാണ് മാർക്കോയും അതുപോലെ ചെയ്യുന്നത്. പക്ഷേ ജോൺ ഒരിക്കലും അവനെ അടുത്ത് നിർത്തത്തില്ല, പെട്ടെന്ന് തള്ളി മാറ്റുകയാണ്. അതേപോലെ തന്നെ വേറെ ഒരു വാക്കും മാർക്കോയോട് മിണ്ടത്തുമില്ല. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം മാർക്കോ മിക്കോയെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു. മിക്കോയുടെ അമ്മയാണെങ്കിലോ മാർക്കോയോട് ഇപ്പോൾ നല്ലതുപോലെ തന്നെ പെരുമാറുന്നുണ്ട്. അവരോട് നിന്ന് പോകുമ്പോൾ മിക്കോയോടൊപ്പം ഒരുപാട് നേരം മാർക്കോ ഇരുന്ന് കളിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് മിക്കോയുടെ അമ്മയെ കണ്ട ആ ഒരു ഓർമ്മയില് മാർക്കോ തന്റെ അമ്മയെ പറ്റി ആലോചിക്കും. അതുപോലെ തന്റെ അമ്മയുടെ ഒരു ഫോട്ടോ മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. അങ്ങനെ തന്റെ അമ്മയെ പറ്റി അവന്റെ അച്ഛനോട് മാർക്കോ ചോദിക്കും. പക്ഷെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പോലും ജോയിക്ക് താല്പര്യമില്ലാതെ മാർക്കോയോട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയും. കുട്ടി മാർക്കോയ്ക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അന്ന് രാത്രി മാർക്കോ തന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ കുറച്ച് ദൂരെയായിട്ട് മാറിയിരിക്കുന്നു. കയ്യിലാണെങ്കിൽ ഒരു സെൽഫോൺ ഉണ്ട്.
അതിൽ നിന്ന് എന്തോ വെളിച്ചം ജോയുടെ മുഖത്തേക്ക് അടിക്കുന്നു. അത് കണ്ട് ജോ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മാർക്കോയും അവന്റെ അച്ഛനും ഇപ്പൊ ഫുഡെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും ഒരു വെടിവെച്ച് ഇവർ കേൾക്കുന്നത്. അപ്പോൾ ജോൺ പെട്ടെന്ന് മാർക്കോയോട് പറയും, നീ അകത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞ് മാർക്കോയെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ജോൺ അങ്ങനെ പോവാണ്. ഇപ്പോ മാർക്കോ ആണെങ്കിലോ അവന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാതെ അവന്റെ അച്ഛൻ കാണാതെ അവന്റെ പിറകെ തന്നെ പോകുന്നു. അങ്ങനെ മാർക്കോ ഒളിച്ചു നിന്ന് എന്താണെന്ന് കാണുമ്പോഴാണ് കുറെ ദൂരെയായിട്ട് കൈയെല്ലാം മുറിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവിടെ വെച്ചാണ് അവൻ മനസ്സിലാക്കുന്നത് അത് വേറെ ആരുമല്ല, മിക്കോയുടെ അമ്മയാണ്. ഇപ്പൊ മാർക്കോയുടെ അച്ഛൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നതും അവർ കുറച്ചു നേരം മാർക്കോന്റെ അച്ഛനെ നോക്കുന്നു. പെട്ടെന്നാണ് മാർക്കോയുടെ അച്ഛൻ അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഇത് കണ്ട മാർക്കോ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല അന്ന് രാത്രി തന്നെ മാർക്കോ അവന്റെ അച്ഛൻ എത്രത്തോളം ദുഷ്ടനാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് അവന്റെ അച്ഛൻ കൊന്നിട്ടുള്ളത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന മാർക്കോയുടെ അച്ഛൻ ആ റൂമിനകത്ത് ഇരുന്ന് വെള്ളമെല്ലാം കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റൂം മുഴുവൻ എന്തോ കാര്യം അന്വേഷിച്ച് അവസാനം കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് മാർക്കോ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവന്റെ അച്ഛന്റെ ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് തുറന്നു നോക്കും. അങ്ങനെ അതിലെ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് മാർക്കോയുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ അവനൊരു സഹോദരിയുണ്ട്. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അതിൽ മറ്റൊരു വീഡിയോ കൂടി മാർക്കോ കാണുന്നുണ്ട്. അതിൽ പറയുന്നത് മാർക്കോയുടെ അമ്മ ഒരു വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നിട്ട് അതിലൊരു മെസ്സേജും എന്ത് സംഭവിച്ചാലും അവനെ നിങ്ങൾ സംരക്ഷിക്കണം. അങ്ങനെ ആ മെസ്സേജ് പറയുന്നതും പെട്ടെന്ന് അതിനകത്തൊരു വെടിവെച്ച് കേൾക്കുന്നതും മാർക്കോ വിചാരിക്കും അവന്റെ അമ്മയെ കൊന്നതും അച്ഛൻ തന്നെയായിരിക്കും എന്നുള്ള പേടിയിൽ കുട്ടി മാർക്കോ അടുത്ത ദിവസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ജോണിന്റെ കയ്യിലൊരു വിലങ്ങിട്ട് ആ റൂമിനകത്തിട്ടിട്ട് തന്റെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് മാർക്കോ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് മാർക്കോ നേരെ പോകുന്നത് മിക്കോയുടെ അടുത്തേക്ക്. അങ്ങനെ മിക്കോയുടെ ആ ഒരു വാനിനുള്ളിലേക്ക് കയറുമ്പോൾ മിക്ക ഇതുവരെ അറിഞ്ഞിട്ടില്ല അവന്റെ അമ്മ മരിച്ചെന്നുള്ള കാര്യം. എന്നിട്ട് മിക്കയോട് നീ എന്നോടൊപ്പം വരാനായിട്ട് പറയുമ്പോൾ മിക്കോ പറയും ഇല്ല, എന്റെ അമ്മയില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കോയ്ക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് മാർക്കോ ആ സത്യം പറയാണ് മിക്കോയുടെ അമ്മ മരിച്ചു എന്ന്. അപ്പൊ ഇതുകൂടി കേൾക്കുന്ന മിക്കോ ആണെങ്കിലോ നല്ലതുപോലെ വീക്കാവുന്നുണ്ട്. ഇവിടെ ജോൺ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് അവൻ മനസ്സിലാക്കും വീട്ടിലെന്തോ സംഭവിച്ചു, ഇനിയിപ്പോ മാർക്കോയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്നുള്ള പേടിയിൽ അവൻ എങ്ങനെയാ ഒരു വിലം കഴിച്ചിട്ട് തന്റെ ആ ഒരു തോക്കും എടുത്ത് പെട്ടെന്ന് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ മാർക്കോയെ തേടി ജോൺ അവസാനമായിട്ട് എത്തുന്നത് ഇവരുടെ ആ ഒരു വാനിനടുത്തേക്ക്. അതിനകത്തേക്ക് കയറി ജോൺ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ ആരെയും കാണുന്നില്ല. മിക്കോയുടെ അമ്മയുടെയും മിക്കോയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതെല്ലാം ജോൺ കാണുന്നുണ്ട്. ഇവിടെ മാർക്കോ ആണെങ്കിലോ മിക്കോയെ വിളിച്ച് കാടിനുള്ളിലൂടെ പോകുമ്പോഴത്തേക്കും മിക്കോ പെട്ടെന്ന് മാർക്കോ നിക്ക്, എനിക്ക് എന്റെ അമ്മയെ വേണോന്ന് പറയുമ്പോൾ മാർക്കോ പിന്നെയും മിക്കയോട് സംസാരിച്ച് അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവനെയും കൊണ്ട് ഇവര് റോഡിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു റോഡിനടുത്തേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇത് കണ്ട മാർക്കോ പെട്ടെന്ന് മിക്കോയെ വിളിച്ചിട്ട് ആ റോഡിനടുത്തായിട്ട് തന്നെ ഒരു വാൻ ഉണ്ട്. രണ്ടുപേരും ഓടി ആ ഒരു വാനിനകത്തേക്ക് കയറിയിട്ട് ഡോർ അങ്ങ് അടച്ചിരിക്കും. കുറേ നേരം അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു വണ്ടി മുഴുവനായിട്ടും ഈ കാടിനുള്ളിൽ അലഞ്ഞു തിരിയുന്ന സോംബികളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ചുറ്റുന്നു. എന്നിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സോംബികളെയെല്ലാം ആരോ അറ്റാക്ക് ചെയ്യുന്നു. ഇവര് രണ്ടുപേരും കുറേ നേരം പേടിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു വാനിന്റെ ഡോർ തുറക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, ജോൺ ആണ്. അങ്ങനെ മാർക്കോയെ പിടിച്ച് വെളിയിലേക്ക് ആക്കിയിട്ട് നിന്നെന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ച് അവന്റെ ദേഹം മുഴുവനായിട്ട് അവൻ നോക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അകത്തിരിക്കുന്ന നമ്മുടെ മിക്കോയെ നോക്കും. കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് പെട്ടെന്ന് മാർക്കോയെ മാത്രം അവിടെ നിന്ന് വിളിച്ച് ഈ വാനിന്റെ ഡോർ അടച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. മാർക്കോ ആണെങ്കിൽ തിരിഞ്ഞു പോകുമ്പോൾ മിക്കോയെ വിളിക്കുന്നുണ്ട്, മിക്കോ എന്നല്ല വിളിക്കുന്നുണ്ട്. അങ്ങനെ ജോൺ മാർക്കോയെ ആ ഒരു കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും മാർക്കോ പെട്ടെന്ന് പറയും അച്ഛൻ മിക്കോയുടെ അമ്മയെ കൊന്നില്ലേ? ഹേയ് കള്ളം പറയരുത്. മാർക്കോ പറയും ഞാനിത് കണ്ടു, ഇതേപോലെ എന്റെ അമ്മയെ കൊന്നത് അച്ഛൻ തന്നെയല്ലേ എന്നുകൂടി പറയുന്നതും ഇപ്പോ ജോൺ സത്യം പറയാൻ തുടങ്ങാണ്. സത്യത്തിൽ ഇവിടെ ചുറ്റി നടക്കുന്നത് സാധാരണ മനുഷ്യരല്ല, അവര് സോംബികളാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോയെ ഒരു മരത്തിനടുത്തേട്ട് ഇരുത്തി ഓക്കെ ഇവിടെ തന്നെ ഇരിക്കെന്നും പറഞ്ഞ് ജോൺ ഇപ്പോ മിക്കോയെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് പോവും. അങ്ങനെ തോക്കുകൊണ്ട് അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള സോംബികളെല്ലാം കൊല്ലുമ്പോഴത്തേക്കും ഇവിടെ മുകളിൽ നമ്മുടെ മാർക്കോ ഇരിക്കുകയാണല്ലോ. അതുപോലെ ഇപ്പോൾ മാർക്കോ ആ ബാഗിൽ നിന്നൊരു തോക്കെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്തൊരു സോംബി മാർക്കോയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. മാർക്കോ അങ്ങനെ ആ തോക്കെടുത്ത് ഈ സോംബിയുടെ നേർക്ക് എയിം ചെയ്ത് അവസാനം ആ സോംബിയെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഈ ശബ്ദം കേൾക്കുന്നതും താഴെ നിന്ന ജോൺ ഉണ്ടല്ലോ അവൻ മിക്കോയെ വെളിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. പെട്ടെന്ന് മാർക്കോയുടെ അടുത്തേക്ക് ഓടി വന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമല്ലെന്ന് പറയുന്നതും അവിടെയാണ് ജോണിന്റെ കയ്യിൽ ഏതോ ഒരു സോംബി കടിച്ചിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ജോണും ഒരു സോംബിയായിട്ട് മാറുമെന്ന് മനസ്സിലാക്കിയ ജോണിന് ഇപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഇനി മാർക്കോയെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ ജോൺ ഒരു മരത്തിനടുത്തേക്ക് പോയിരുന്നിട്ട് മാർക്കോയോട് പറയുന്നുണ്ട് മിക്കോയുടെ അമ്മയെ കൊന്നത് ഞാനല്ല, അവളെയും ഈ മനുഷ്യർ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് അവളും ഇതുപോലൊരു തിന്മയായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ടാണ് അവളെ ഞാൻ കൊന്നത്. അതുകൊണ്ട് താൻ മാർക്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഒരു തവണ കൂടി അവനെ ഓർമ്മിപ്പിച്ച് അവനോട് സ്റ്റോൺ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാൻ പറയും.
അവിടെ നിനക്ക് സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇപ്പോ ജോണും പതിയെ ആ ഒരു സോംബിയായിട്ട് മാറുകയാണ്. അങ്ങനെ മാർക്കോ വേറെ വഴിയില്ലാതെ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് താഴേക്ക് വരുന്നു. എന്നിട്ട് നേരെ വന്ന് മിക്കോയെ വിളിച്ച് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ജോണിന്റെ അടുത്ത് ഒരു വെടിയച്ച് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ജോണും സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചു. അങ്ങനെ അതുകൂടിയാവുന്നത് മാർക്കോ മിക്കോയെ വിളിച്ചിട്ട് ഇവര് രണ്ടുപേരും അടുത്തൊരു വലിയ യാത്ര പോകാൻ പോവാണ്. അങ്ങനെ പകല് മുഴുവൻ ഒരുപാട് ദൂരം നടന്ന് രാത്രിയാകുമ്പോഴത്തേക്കും ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലായിരിക്കും രണ്ടുപേരും ഇരിക്കുന്നത്. എന്നിട്ട് മിക്കോയെ മാർക്കോ അടുത്തേക്ക് ഇരുത്തി അവന് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്കോ ഉറങ്ങും. അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ മിക്കയോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നീ ഒരിക്കലും തെന്മകളായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ മിക്ക പറയും ഇല്ല, അമ്മ പറഞ്ഞു അവരുടെ അടുത്തേക്ക് പോകരുതെന്ന്, അവരെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. എന്നിട്ട് അവന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ച് അവന്റെ അച്ഛനോട് അവൻ പറയുന്നുണ്ട് അമ്മയെ ഞാൻ കണ്ടുപിടിക്കുക വെച്ചാന്ന്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും വീണ്ടും യാത്ര തുടങ്ങാണ്. ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്ക് ഫുഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മാർക്കോയ്ക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അവന്റെ അച്ഛൻ ഫുഡെല്ലാം കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഫുഡ് കണ്ടുപിടിക്കുന്ന സമയത്തായാലും മിക്കോയ്ക്ക് അതെല്ലാം കളിയും തമാശയും മാത്രമാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഇവർ കാടിനുള്ളിലൂടെ നടന്ന് അവസാനം ഈ കാടിന് വെളിയിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്രയും കാലം മാർക്കോ കണ്ട ലോകമല്ല ഇത്. കാടിന് വെളിയില് അത് വളരെ മനോഹരമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കുറെ ദൂരം താഴേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ട്. അതുവഴിയെ മാർക്കോ മിക്കോയെ വിളിച്ചിങ്ങനെ നടക്കും. കുറെ ദൂരം ചെല്ലുമ്പോഴാണ് അവിടെ ഒരു വീടുണ്ട്. വെളിയിൽ ഒരാൾ കസേരയിട്ടിരിക്കുന്നു. രണ്ടുപേരും അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അയാള് തോക്കെടുത്ത് കയ്യിലേക്ക് പിടിക്കുമ്പോൾ മാർക്കോ ഇതുപോലെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരാൻ പറയുമ്പോൾ അയാൾ ഇവർക്ക് കഴിക്കാനായിട്ട് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കാണ് അയാൾ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ട് ഒരു റൂമുണ്ട്. അതിനകത്ത് ആരും ഒരാൾ ഡോർ തുറക്കാൻ വേണ്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തായാലും അയാളുടെ ഭാര്യ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അവരൊരു സോംബിയായിട്ട് മാറിയിട്ടുണ്ടാവാം. ഇപ്പൊ അവരെ സംരക്ഷിക്കാനാണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കോയും മിക്കോയും അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യാണ്. അങ്ങനെ ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ തന്നെ കുറെ ദൂരം പോകുമ്പോൾ കേടായിട്ട് കിടക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം കയറിയിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് കളിക്കുമ്പോഴത്തേക്കാണ് മിക്കോ ആ ട്രെയിനിന്റെ സൈറൻ മുഴക്കുന്നത്. ഈ സൈറൻ വലിയ രീതിയിൽ അടിക്കുന്നതും രണ്ടുപേരും താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിനുള്ളിലും സോംബികളുണ്ടായിരുന്നു. അവർ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ വേറെ രണ്ടുപേര് അവിടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ മാർക്കോയെയും മിക്കോയെയും ഒരു വാനിൽ കയറ്റി ഇവരെ അവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുന്നു. അവസാനം രണ്ടുപേരെയും കൊണ്ടുവരുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക്. അവിടെയാണെങ്കിലോ കണ്ണാടിയിട്ട് ഒരാളിരിപ്പുണ്ട്. അപ്പൊ അയാളുടെ പേര് ജോസഫ് എന്നാണ്. അങ്ങനെ ജോസഫ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരെ രണ്ടുപേരും കണ്ടതിന് ശേഷം മാർക്കോയെ മാത്രം മറ്റൊരു മുറിയിലാക്കും. എന്നിട്ട് മിക്കോയെ അവിടെ സൂക്ഷിക്കും. കാരണം മിക്കോയെ പോലെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും വൈറസ് ബാധിക്കത്തില്ല. അതുകൊണ്ട് മിക്കോയെ വെച്ചിട്ട് ഇവർ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇനി വരുന്ന തലമുറ കുട്ടികൾക്കുള്ളതാണ്. അവരാണ് ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരെ പിടിച്ചോണ്ട് വന്നല്ലോ ഒരാള്. അയാളിപ്പോ മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാർക്കോ തന്റെ കഥ പറയും. തന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും മിക്കോയും എന്റെ അമ്മയെ അന്വേഷിച്ചാണ് പോകുന്നത്. അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് അയാൾക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കോയെ ആരും കാണാതെ അയാൾ വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് മാർക്കോയോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നതും മാർക്കോ അറിയുമില്ല. മിക്കോയെ എന്നോടൊപ്പം വിടാമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അയാൾ അത് സമ്മതിക്കത്തില്ല. പിന്നീട് എന്തോ അയാളുടെ മനസ്സ് മാറിയിട്ട് അയാൾ അകത്തേക്ക് പോയിട്ട് മിക്കോയെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ മാർക്കോയോടൊപ്പം പറഞ്ഞു വിടുകയാണ്. അയാൾ അകത്തേക്ക് പോയിട്ട് നമ്മുടെ മിക്കോയെയും വേറെ ആരും കാണാതെ പതിയെ വെളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ജോസഫ് അറിയാതെ ഇവരെ രണ്ടുപേരും വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ അവിടെ നിന്നും അവൻ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മാർക്കോയും മിക്കോയും അവിടെ നിന്നും കുറേ ദൂരം ഓടിയിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇവര് വേറെ ഏതോ സ്ഥലത്തെത്തി. അവിടെ വെച്ചാണ് ജോസഫ് ഈ കുട്ടികൾ എവിടെയെന്നുള്ള കാര്യം അവരെ പറഞ്ഞു വിട്ടല്ലോ അവനോട് ചോദിക്കുമ്പോൾ അവൻ സത്യം പറയും. അതുകൊണ്ട് ജോസഫ് എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെ വെച്ച് തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും അവന്റെ ആളുകളോട് പറയുന്നുണ്ട്. അതേസമയം മാർക്കോയെയും മിക്കോയെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കുറെ ദൂരം വരുമ്പോഴത്തേക്കും മിക്കോ പറയും അവനെ നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മാർക്കോ മിക്കോയെ ഒരിടത്തേക്ക് ഇരുത്തിയിട്ട് ഓക്കെ ഞാൻ ഈ വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞ് ഒരു പഴയ വീടുണ്ട് അതിനകത്തേക്ക് മാർക്കോ കയറി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാണ്. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവനാണെങ്കിലോ കുടിക്കാനായിട്ടുള്ള വെള്ളം അതേപോലെ തന്നെ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. കൂടാതെ തുണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ മിക്കോയെ അകത്തേക്ക് വിളിക്കാന്നും പറഞ്ഞ് മാർക്കോ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ജോസഫിന്റെ ആളുകളും ജോസഫും അവിടേക്ക് വന്ന് മിക്കോയെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് മിക്കോയെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് കുറച്ച് പട്ടാളക്കാർ വരുന്നുണ്ട്. അവര് വന്ന് ജോസഫിനെ അവന്റെ ആളുകളെയും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ മിക്കോ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ഒരു പട്ടാളക്കാരകത്തേക്ക് വരുമ്പോഴത്തേക്കും മാർക്കോ ഇത് കണ്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് മിക്കോ ഇവരെ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് പേടിച്ചിട്ട് അവൻ വിചാരിക്കും അവനെയും ഇവര് ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് താഴെ കിടക്കുന്ന തോക്കെടുത്ത് ഈ പട്ടാളക്കാരന്റെ നേർക്ക് തന്നെ ചൂണ്ടുമ്പോൾ അതിലൊരു പട്ടാളക്കാരൻ പെട്ടെന്ന് മിക്കോയെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ട മാർക്കോ അവിടെ മാറിയിരിക്കും. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും വീണ്ടും മാർക്കോ ഒറ്റയ്ക്കായി
അങ്ങനെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന മാർക്കോ അത് കഴിഞ്ഞ് വീണ്ടും കുറേ ദിവസം ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്നു. അവനിപ്പോ എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ല. ആ റോഡ് വഴി തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന് മിക്കമായിട്ടുള്ള ആ ഒരു ഓർമ്മകളുണ്ടല്ലോ, അത് അവനെ ഒരുപാട് ഹണ്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ മാർക്കോയ്ക്ക് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്കെല്ലാം പോകുന്നു. അങ്ങനെ വീണ്ടും അവന്റെ യാത്ര തുടങ്ങി. അങ്ങനെ വീണ്ടും അവന്റെ യാത്ര തുടർന്ന് അവസാനം ഒരു മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ താഴെയായിട്ട് വലിയൊരു സിറ്റി കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റോൺ വാലി. അവന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളുള്ള ആ ഒരു സ്ഥലം. അങ്ങനെ മാർക്കോ നേരെ ആ ഒരു സിറ്റിയിലേക്ക് പോകുന്നു. എന്നിട്ട് അതിലൂടെ നടന്നു പോകുമ്പോൾ ആ സിറ്റിയുടെ പല ഭാഗങ്ങളിലും സോംബികൾ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. പല തെരുവുകളിലും സോംബികൾ ചുറ്റി നടക്കുന്നു. അതുപോലെ ഈ സോംബികളെ കാണാതിരിക്കാൻ വേണ്ടി അവൻ കാറിനടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സോംബികൾ അവന് ചുറ്റിനോടെ നടന്നു പോകുന്നതും ഇപ്പോൾ മാർക്കോ എഴുന്നേറ്റ് അവന്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ഈ സ്ഥലമാണ് അവസാനമായിട്ട് അവൻ ആ ഒരു ഫോണിൽ കാണുന്നത്. അങ്ങനെ മാർക്കോ അതിനകത്തേക്ക് കയറി പോകുന്നു. കുറേ ദൂരം ചെല്ലുന്നതും അതിനകത്തുള്ള ഒരു റൂമില് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അത് മാർക്കോയുടെ അമ്മ തന്നെയാണ്. അങ്ങനെ മാർക്കോ നടന്ന് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പുറകിലേക്ക് ചെന്ന് ആ അമ്മയെ കെട്ടിപ്പിടിക്കും. അപ്പൊ ആ സ്ത്രീയാണെങ്കിലോ അവന്റെ കൈ പിടിച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് പെട്ടെന്നൊരു ഒറ്റക്കടി. മാർക്കോ അങ്ങനെ കൈ വലിക്കുന്നതും അത് സോംബിയായിരുന്നു. സത്യത്തില് മാർക്കോയുടെ അച്ഛനൊരിക്കലും അവന്റെ അമ്മയെ കൊന്നിട്ടില്ല. അവളൊരു സോംബിയായിട്ട് മാറിയതുകൊണ്ട് ജീവനോട് തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു. അതുകൊണ്ടാണ് മാർക്കോയുടെ അച്ഛനായാലും അവന്റെ അമ്മയെ പറ്റി ഒരിക്കലും പറയാത്തത്. അവന്റെ അമ്മ മരിച്ചെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് അവന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യം കൂടി അവൻ ആലോചിക്കുന്നുണ്ട്. ഇനി ഈ ലോകത്ത് നീ ഒറ്റയ്ക്ക് ജീവിക്കണം, അതിശക്തമായിട്ട്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് മാർക്കോ അവിടെ നിന്ന് കരയാണ്. അത് നല്ലതുപോലെ ഇതുവരെ മാർക്കോ ഇതുപോലെ പൊട്ടിക്കരഞ്ഞ ഒരു സീൻ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവനെ വിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മാർക്കോ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇപ്പോ സോംബികളെല്ലാം ഇതിനകത്തേക്ക് കയറി വരുന്നു. മാർക്കോ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അവൻ ഒരു ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെച്ച് അവ കുറെ നേരം അവിടെ തന്നെ നിൽക്കാണ്. പക്ഷെ ആ സോംബികൾ ആരും അടുത്തേക്ക് വരുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ പട്ടാളക്കാരുണ്ടല്ലോ, അവര് ചുറ്റിനും വന്ന് ഈ സോംബികളെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. ഇത് നമ്മുടെ മാർക്കോ അറിയുന്നതുമില്ല. അങ്ങനെ കുറെ നേരം ആ പാട്ട് കേട്ട് അവൻ ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ലേഡി ഓഫീസർ അവിടെ നിൽപ്പുണ്ട്. അവരിപ്പോ മാർക്കോയുടെ കയ്യിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിലും ഈ സോംബി കടിച്ച പാടുണ്ട്. അതുകൊണ്ട് മാർക്കോയെ കൊല്ലാന്ന് വിചാരിച്ച് അവർ തോക്കെടുക്കുന്നതും മാർക്കോ അടുത്തേക്ക് നടന്നു ചെല്ലും. അങ്ങനെ അവരടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് മാർക്കോയെ നല്ലതുപോലെ പരിശോധിക്കാണ്. അപ്പോഴേക്കും മാർക്കോ അവന്റെ പേര് പറയുന്നതും ഇവര് കുറെ നേരം നോക്കിയിട്ടും മാർക്കോയുടെ കയ്യിലേക്ക് ആ വൈറസ് പിടിവിടുന്നില്ല. കാരണം മാർക്കോയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനെ ആ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവര് പെട്ടെന്ന് അവരുടെ ഹെൽമെറ്റ് ഊരിയിട്ട് മാർക്കോയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് മാർക്കോയോട് പറയും, നീ എന്നോടൊപ്പം വരുന്നു, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കാന്ന് പറഞ്ഞ് മാർക്കോയെ അവർ കൊണ്ടുപോകുന്നതും ഇപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളോട് മാർക്കോ പറയുന്നുണ്ട്, അവസാനം ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിച്ചു, ഞാനിപ്പോ അവരോടൊപ്പം പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള മൂവീസ് ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.